ഈ ഞാൻ ഏത് കോശത്തിലാണെന്ന് എങ്ങനെ അറിയും? അതാണ് ആദ്യത്തെ നമ്മുടെ ചോദ്യം. ഇപ്പം നമ്മൾ 4ാമത്തെ കോശത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദേഹത്തിൽ വേദനയും വിലക്കും ഉളുക്കും ചതവൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം, അതായത് ഈ വിജ്ഞാനമയൻ അന്നമയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ദേഹത്തിൻ്റെ വേദന എനിക്ക് വേദനിക്കണു, എനിക്ക് വേദനിക്കില്ല. ദേഹത്തിനാണ് വേദനിക്കുന്നത്. ദേഹത്തിൻ്റെ വേദന എൻ്റെ വേദനയെ ഞാൻ അനുഭവിക്കുന്നു. വിജ്ഞാനമയം വിശക്കണോ ദാഹിക്കണോ എന്നൊക്കെയുള്ള അവസ്ഥയിൽ എനിക്ക് വിശക്കണോ എനിക്ക് ദാഹിക്കണോ, വിജ്ഞാനമയൻ പ്രാണമയ കോശവുമായിട്ട് ചേർന്ന് നിൽക്കണം. എല്ലാ കോശത്തിലും ഇത് വ്യാപിച്ചിരിക്കുക പറഞ്ഞല്ലോ. പക്ഷെ ആ സമയത്ത് താതാത്മ്യം അവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ് തോന്നും. ചിന്തകൾ നമ്മളെ അലട്ടുന്നുണ്ട്, ലോകാനുഭവങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ മനോമയവുമായിട്ട് ചേർന്ന് നിൽക്കണം. ഇപ്പം നമ്മൾ 5 കോശം പറഞ്ഞിട്ട് ഞാൻ ഏത് കോശത്തിലാണ് നമ്മളെപ്പോഴും ആലോചിച്ചു. നമ്മളെല്ലാ കോശത്തിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനമയ കോശം, അഹങ്കാരം തോന്നുന്ന അവസരത്തിലൊക്കെ വിജ്ഞാനമയ കോശത്തിലാണ്. ഞാനെന്നും എൻ്റേതും എന്നൊരനുഭവമുണ്ടോ? എൻ്റെ സുഖം, എൻ്റെ ദുഃഖം, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ശത്രുക്കൾ, എൻ്റെ മിത്രങ്ങൾ, വിജ്ഞാനമയ കോശം. ഇത് ഒരു വലിയ അജ്ഞാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ശാസ്ത്രം പറയുന്നത്, ജീവത്വം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ജീവത്വത്തിനെ നമ്മൾ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ജീവനില്ല. അതിൻ്റെ സോഴ്സിലേക്കാണ് നമ്മൾ പോവുക. ഈ അഹങ്കാരം മഹത്തത്വമാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു മഹത് പുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനം പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത് മഹത്തത്വം, സമഷ്ടി അഹങ്കാരം എന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കുള്ളത് ജീവന്റെ വിജ്ഞാനമയൻ വ്യഷ്ടി അഹങ്കാരങ്ങളാണ്. അപ്പൊ ഈ വിജ്ഞാനമയത്തിനെ നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആധ്യാത്മിക ശാസ്ത്ര പഠനത്തിന്റെ മർമ്മം നമുക്ക് കിട്ടും. നമ്മളുടെ എല്ലാ പ്രയത്നവും എന്തിനാണ്? അഹങ്കാര നാശത്തിനാണ്. ഈ സാധനം എവിടെ ഇരിക്കണമെന്ന് അറിയണ്ടേ, ശത്രുവിന്റെ താവളം എവിടെയെന്ന് അറിയണ്ടേ, എന്നാലേ അതിനെ ആക്രമിക്കാൻ പറ്റുള്ളൂ. വിജ്ഞാനമയ കോശം അതില്ലാത്തതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമാധാനമായി. ഉണ്ട് എന്ന അനുഭവമാണ്, അത് യഥാർത്ഥത്തിലില്ല. അതുകൊണ്ടാണ് ഈ പ്രതിബിംബവാദം എടുത്തു പറഞ്ഞത്. എല്ലാം കൂടി ഒന്നാണ്, പക്ഷേ പല പല ഉപാധികളിലൂടെ കാണുമ്പോൾ ഒരുപാടുണ്ട് എന്ന് തോന്നും. ഓരോ ശരീരത്തിനോട് ചേരുമ്പോഴും ആ ശരീരത്തിൻ്റെ ജീവനാണ് എന്ന് തോന്നും. ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു സൂര്യനുള്ളൂ, ആകാശത്തിൽ ഒരു സൂര്യനുള്ളൂ, 1000 കുടം നിറയെ വെള്ളം നിറച്ചു വെച്ചു. അപ്പം എത്ര സൂര്യന്മാരുണ്ടാവും? 1000 സൂര്യന്മാർ കുടത്തിൽ പ്രതിഫലനം ഉണ്ടാവും. ഇതിൽ ഒരു സൂര്യൻ പോലും യഥാർത്ഥ സൂര്യനല്ല. ഏതെങ്കിലും ഒരു കുടം പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം, മരിച്ചുപോയി. യഥാർത്ഥ സൂര്യന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കാരണം എന്താണ്? ഈ കണ്ട റിഫ്ലക്ഷൻ ഇല്ലാണ്ട് കേട്ടോ, അതല്ലെങ്കിലും ഇല്ലാത്തത് തന്നെയായിരുന്നു. ഈ വാദം നമുക്ക് ശരിക്കും ഓർമ്മിച്ചു. അപ്പോൾ വിജ്ഞാനമയ കോശം ഓരോ ശരീരത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങൾ വന്നു പോകുന്നു. ജാഗ്രത അവസ്ഥ, സ്ഥൂല ശരീരം, അന്നമയ കോശം, ഇതെപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, ഏറ്റവും വലിയ പ്രശ്നം വന്നാൽ പോലും ഇതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ്? ജാഗ്രത അവസ്ഥയിലെ പ്രശ്നങ്ങളെ നമ്മൾ പ്രശ്നങ്ങളായിട്ട് കാണാറ് തന്നെയുള്ളൂ. സ്വപ്നാവസ്ഥയിലെ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാറില്ല. ആ സമയത്ത് പേടിച്ചാരുണ്ട്, നിലവിളിച്ച് ഞെട്ടിയാണെന്നു, ഓ സ്വപ്നമായിരുന്നു, കഴിഞ്ഞു, ഇഗ്നോർ ഇറ്റ്, നമ്മൾ ശീലിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ജാഗ്രത അവസ്ഥയിൽ നമ്മളത് സത്യമാണ് എന്ന് വിചാരിക്കണം. ഈ ശരീരം സത്യമാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ലോകം സത്യമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. ഇവിടെയാണ് നമ്മൾ വിജ്ഞാനമയം താതാത്മ്യം വരുമ്പോഴുള്ള പ്രശ്നം മനസ്സിലാക്കേണ്ടത്. ഒരു നിമിഷം മറിച്ച് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ പോകും, ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിൻ്റെ സൃഷ്ടിയായിരുന്നു. മനസ്സിനൊരു സങ്കല്പത്തിലൂടെ ഇങ്ങനെ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ
ആ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള സങ്കല്പങ്ങൾ ചെയ്താൽ പോരെ. അത് മതിയെന്നാ പറയുന്നത്. അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു, ജപിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഉണ്ട്, പറഞ്ഞു തന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിച്ചില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം മനനം നിധിധ്യാസം. നമ്മൾ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, അതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. മനനം ഇല്ല, വല്ലപ്പോഴും എന്തെങ്കിലും ആലോചിച്ചു, അത്രയ്ക്കേ ഉള്ളൂ. കാരണം നമ്മളിത് കഴിഞ്ഞാൽ വേറെ ലോകത്തിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങും. നിധിധ്യാസനം, മനനത്തിലൂടെ മനസ്സിലായ തത്വങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിനെ പ്രാവർത്തികമാക്കുക. അങ്ങനൊരു സംഭവമില്ല. തത്വത്തിന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴേ ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ വ്യക്തികളായിട്ട് തന്നെ കാണണം. പക്ഷെ ഒരിക്കലെങ്കിലും ആലോചിക്കുമ്പോൾ ഇത് അന്നമയ കോശം, അതന്നമയ കോശം, അതന്നമയ കോശം, ആ തലത്തിൽ നോക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചില്ല. അങ്ങനെ നമുക്ക് പറഞ്ഞു തരേണ്ടവർ പോലും ഞങ്ങൾ ഭയങ്കര അറിവുള്ളവരാണ്, ഞങ്ങൾ പണ്ഡിതന്മാരാണ്, ഞങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ട് മാറി നടന്നു. ഇതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായത് അവിടെയാണ്. പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇത് അറിയുന്നവരാണെങ്കിലോ അവർക്ക് ആര് ചെന്നാൽ അവർ ഈശ്വരരൂപമായിട്ടേ പറയുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഏകമായിരിക്കുന്ന ജീവൻ, ആത്മാവ് പല പല ഉപാധികളുമായിട്ട് ചേരുമ്പോൾ ഉപാധി വ്യത്യാസം കാരണം പലതായി കാണപ്പെടുന്നു. ഈ പലതായി കാണപ്പെടുന്നത് അജ്ഞാനം. അതുകൊണ്ട് പല പല ജീവന്മാർ ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഉപാധി ഭേദം എന്ന് പറഞ്ഞാൽ ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണോ ചേരുന്നത് അതുമായിട്ട് ചേരുമ്പോൾ അത് പലതായിട്ട് കാണുന്നു. നമ്മുടെ സ്വന്തം ശരീരത്തിലും അങ്ങനെ തന്നെയാണ്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറയും. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ വിശ്വൻ എന്ന തലത്തിലാണ്, സ്ഥൂല ശരീരവുമായിട്ടാണ് ബന്ധം. സ്വപ്നാവസ്ഥയിൽ തൈജസനാണ് നമ്മൾ, സ്വപ്ന ശരീരവുമായിട്ടാണ് ബന്ധം. സുഷുപ്തി അവസ്ഥയിൽ പ്രാജ്ഞനാണ്. സ്ഥൂലമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇത് മൂന്നും നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരം അന്നമയ കോശം, പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി ചേരുമ്പോൾ സൂക്ഷ്മ ശരീരം. ഇത് രണ്ടും കൂടി വേർപെടുന്ന സമയം, അന്നമയ കോശം പൂർണ്ണമായിട്ട് വേർപെടുന്ന സമയത്തിന് നമ്മൾ മരണം എന്ന് പറയും. നമ്മളുടെ കാഴ്ചയിലുള്ള മരണം എന്ന അനുഭവമാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ജാഗ്രത അവസ്ഥയിൽ അതിനെ നമ്മൾ കാണുന്നു, അത്രേ സംഭവിച്ചുള്ളൂ. പക്ഷെ സ്വപ്നാവസ്ഥയിൽ അതുണ്ടാവാം. മരിച്ച പോലെ എത്ര പ്രാവശ്യം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജനിമൃതികൾ എന്ന ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം കിട്ടും. അറിവിൻ്റെ തലത്തിൽ ജനനമോ മരണമോ ഉണ്ടായിട്ടില്ല. ഭഗവാൻ പറഞ്ഞു ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്ത ഭവിതാവാൻ ഭൂയ. ഭഗവാൻ പറഞ്ഞു അർജുന, അറിവിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ ജന്മമരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിന്റെ തലത്തിൽ, അജ്ഞാനിയുടെ തലത്തിൽ നോക്കുമ്പോൾ, ഈ തത്വങ്ങൾ അറിയാത്തവരുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ജാതസ്യ ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ, ജനിച്ചിട്ടുണ്ടോ മരിക്കും, മരിച്ചിട്ടുണ്ടോ ജനിക്കും. ഇതന്നെ ഈ കയറിയിറങ്ങൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സംസാരാനുഭവം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അറിവില്ലെങ്കിൽ, അറിവുണ്ടെങ്കിൽ സംസാരത്തിൽ നമ്മൾ മുക്തി നേടും. കാരണം ഈ സംസാരത്തിന് കാരണം വിജ്ഞാനമയ ശരീരമാണ്, വിജ്ഞാനമയ ദേഹം. 4ാമത്തെ സ്റ്റേജ് ഒരു ഭയങ്കര സ്റ്റേജാണ് ഈ ഒരു അറിവിൻ്റെ. ഈ ഒരു അറിവാണ് നമ്മൾ മുഖ്യമായിട്ട്, ഇത്രയും സാധന, തീർത്ഥയാത്രകൾ ചെയ്യുന്നു, സ്വാധ്യായം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത് എന്താ? ഈ വിജ്ഞാനമയ ശരീരത്തിനൊന്ന് അപ്പുറത്തേക്ക് മാറിക്കിട്ടണം, അഹങ്കാരത്തിന് ഇല്ലാണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് നമ്മൾ നിത്യം അനുഭവിക്കുന്നുണ്ട്. ആ സ്റ്റേജ് പോകുന്ന സമയത്ത് നമ്മൾ പറയും ആനന്ദമയ കോശത്തിലാണ്. അതാണ് ഇപ്പം നമ്മൾ മന്ത്രത്തിൻ്റെ അവസാനം പറഞ്ഞത്. ഈ വിജ്ഞാനമയ ശരീരത്തിനും ആത്മാവായിട്ട് അതിൽ നിറഞ്ഞിരിക്കുന്ന 5ാമത്തെ കോശം ആനന്ദമയ കോശം. അവിടെ ഈ അഹങ്കാരം ഇല്ല. ചലനങ്ങൾ വളരെ കുറവാണ്. മനസ്സിൻ്റെ ചലനങ്ങൾ, അന്ധകരണത്തിലെ മനോവൃത്തികൾ എന്ന് പറയും. മനോവൃത്തികൾ ഏറെക്കുറെ ഇല്ല എന്നൊരവസ്ഥയിലാണ്
ആനന്ദം എന്നൊരനുഭവം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ആനന്ദമയ കോശം, അഞ്ചാമത്തെ കോശം എന്ന് പറയും. ആ ആനന്ദത്തിനും വ്യത്യാസമുണ്ട്. 3 സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്. പ്രിയം, മോദം, പ്രമോദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. ഈ ആനന്ദം എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഒരു വസ്തു കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വസ്തുവിൻ്റെ അഭാവത്തിൽ നമ്മൾ ദുഃഖിക്കുന്നത്? ഈ ആനന്ദം എന്തുകൊണ്ട് എപ്പോഴും ഇല്ലാത്തത്? ഒരേ വസ്തുവിൽ തന്നെ പലർക്കും പല ആനന്ദം എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ആനന്ദമയ കോശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ സമയത്താണ് നമ്മൾ ആത്മാവിനോട് വളരെയധികം അടുത്തിരിക്കുന്ന സമയം. അതുകൊണ്ട് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു. ആനന്ദ സ്വരൂപം അന്നേരം ആയിട്ടില്ല, അതിനും അപ്പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ 4ാമത്തെ കോശം, വിജ്ഞാനമയ കോശം, നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇത് മനനം ചെയ്ത് നമുക്കതിൽ ദൃഢത കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ പേടിക്കുകയില്ല. കാരണം നമ്മൾ ഓരോ സ്റ്റേജായിട്ട് നമ്മൾ ഇതിനെ ഓവർകം ചെയ്തിട്ട് പോവുകയാണ്.